അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിത് ഇവിടെ കുറച്ച് പച്ച നമ്മുടെ അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ. അപ്പോൾ ഇത് നമ്മളിന്ന് മെഴുക്കുവരട്ടിയല്ല ചെയ്യുന്നത്, നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് വേറെ സംഭവം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒരു കപ്പില്ല അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇടണം, മുളക് പൊടി എടുക്കാം. അപ്പം നമ്മൾ കടലമാവ് എടുത്തിരിക്കുന്നതിൻ്റെ പകുതിയുള്ള അരിപ്പൊടി. ഇപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ വേണം ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ എടുക്കുക. അതെ. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പെടുക്കുക. നമ്മൾ ഈ കായയിൽ ഉപ്പൊന്നും തേച്ചിട്ടൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്. ചെറിയ കായ, നമ്മുടെ കറുക്ക, ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി കൂടി ചേർക്കാം. അത്യാവശ്യം എരിവിനും ഒരു ചെറിയ നിറത്തിനും കൂടെ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മതി. ഒരുപാട് വേണ്ട. കാര്യം ഇനിയും നമുക്ക് ഇതിനകത്ത് ഇച്ചിരിയൊക്കെ എരിവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്രയത്തിന്റെ മുളകിന്റെ ആവശ്യമുള്ളൂ. നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നീണ്ടു പോകാതെ, ഒത്തിരി കട്ടിയില്ല ഒത്തിരി കുറുകിയല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് മിക്സിംഗ് ആണ്. ആദ്യത്തെ പരിപാടി കായ അരിയല്, രണ്ടാമത്തെ പരിപാടി മിക്സിങ്. ഈ കായ അരിഞ്ഞിട്ട് കുറച്ച് നേരം കൂടുതൽ എടുക്കുമെങ്കിൽ ഇച്ചിരി വെള്ളത്തിലിട്ട് വെക്കുക. ഇതിന് കറ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു കറുപ്പ് നിറം വരും. അപ്പൊ ഇതൊന്ന് കലക്കി എടുക്കട്ടെ. അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കണം സംഭവം. ഒരുപാട് നീണ്ടും പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കുറുകിയും പോകണ്ട. നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എണ്ണ ഒഴിച്ചത് ഏകദേശം ചൂടായിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇതിന്റെ അകത്ത് ഓരോന്നോരോന്നായിട്ട് മുക്കി വറുത്തെടുക്കണം. നമ്മൾ മറ്റേ ബജിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം മാക്സിമം നമ്മൾ ഒട്ടിപ്പിടിക്കാതെ ഇച്ചിരി അകത്തിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ എല്ലാം നമുക്കറിയാമല്ലോ, ഓരോ സാധനങ്ങളും നമ്മൾ എണ്ണയിൽ വറക്കുമ്പോൾ ആദ്യം നല്ലപോലെ നമുക്ക് തീ കൂട്ടി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് മറ്റേ എന്താ പറയുക, കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കിത് മുഴുവനായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോകണ്ട. വെള്ളം. അപ്പൊ ഇതൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് കാണാം. വറക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്കൊന്ന് വറുത്ത് കോരിയിട്ട് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട സംഭവത്തെ നമ്മുടെ കറക്റ്റ് രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സാധനം ഇത് ഇത്ര മൂത്താൽ മതി കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ ഒരു ഷേപ്പിൽ നമ്മള് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് വേണം പറയാൻ, വേണം ബജ്ജി കുഞ്ഞു ബജ്ജി, അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഈ നമ്മൾ അരിഞ്ഞു വെച്ച എന്തുമാത്രം സാധനമുണ്ട് അത് മുഴുവൻ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമുക്ക് പിന്നെ വേണം ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ. അതൊക്കെ അതിന്റെ എണ്ണയൊക്കെ വാർന്ന് അവിടെ നിന്ന് തണുത്ത് റെഡിയായി വരും. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് മുഴുവൻ വറുത്തെടുക്കാം. അപ്പൊ അതിനെന്തായാലും ഒരു ഇച്ചിരി നേരം എടുക്കും. അപ്പൊ അതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ കൂടെ വാരിയിട്ട് ഇത് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ സാധനം, നമ്മളിത് ചെയ്ത് എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കി എടുക്കും. ഇത് അധികം നേരമൊന്നും വേണ്ട, ഒരുപാട് നമുക്ക് മൂപ്പിച്ചെടുക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ നമ്മൾ മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ വറുത്ത് കോരി വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്വാണ്ടിറ്റി ശകലം കുറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മുടെ ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന ആൾ കയറി ഇറങ്ങി ഏകദേശം പകുതി ഇതിനൊക്കെ പോയി. കാര്യം നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ കഴിക്കാനായിട്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാ. ഇത് 4 മണിക്കൊക്കെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമ്മള് ഇത് ഒരു ഇച്ചിരി കൂടെ പണി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് ഒരു ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രം വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് സാധനം ഞാൻ കാണിക്കാൻ പറഞ്ഞത് ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. 2 ചെറിയ സവോളയുണ്ട്.
ഒരു 1/2 ഇഞ്ച് ഇഞ്ചി ഉണ്ട്, ഒരു പച്ചമുളക് 2-3 ചെറുതായിട്ട് കരിഞ്ഞ്, ഇത് നമ്മുടെ നമ്മുടെ ഉള്ളിത്തണ്ട്, ഇത് നമ്മുടെ ക്യാപ്സിക്കം 2 കളറിൽ 2-3 കളറുണ്ട്. കാരണം ഒരു കളറ് ഇച്ചിരി പഴുത്ത് വന്നിട്ടുണ്ട്, അപ്പൊ അത് കാരണം 3 കളർ. അപ്പൊ ഈ നമ്മള് സവോള നമ്മളുണ്ടല്ലോ ചതുരത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്, ക്യാപ്സിക്കം ചതുരത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട്, അപ്പൊ എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട് സംഭവം. തീ കുറച്ചേട്ടാ, നല്ല ചൂടാണ് എണ്ണ. നമ്മളുണ്ടല്ലോ ഇത് വറക്കുന്ന എണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ പുതിയ എണ്ണ നമ്മൾ എടുക്കും. അത് വറക്കുന്ന എണ്ണയ്ക്ക് അതാണെങ്കിൽ നമ്മൾ വറക്കുന്നെങ്കിൽ ടേസ്റ്റ് കിട്ടും. ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇനിയുണ്ടല്ലോ പണി എളുപ്പമാണ്. നമ്മുടെ ഈ കായൊന്ന് വറുത്തെടുക്കുന്ന മാത്രമുള്ള താമസം. ഇത് നമ്മുടെ നാടൻ കാ വെച്ചിട്ട് നമ്മളൊരു ചൈനീസ് പോലെ ഒരു ഇൻഡോ ചൈനീസ് സംഭവമാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മള് ചില്ലി ചിക്കനും അങ്ങനത്തെ സാധനം ചില്ലി വാഴയ്ക്ക, ചില്ലി വാഴയ്ക്ക, നമ്മുടെ വാഴയ്ക്കും വേണ്ട ഒരു കയ്യിലൊക്കെ മറ്റേ ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ടായില്ലേ. സംഭവം നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു, നല്ല കിടക്കാശി ടേസ്റ്റ് ആണ്, ആർക്കും ഇഷ്ടമാണ്. നമ്മള് മറ്റേ വാഴയ്ക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെയൊക്കെ താത്ത് വിലയില്ലാതെ മെനക്കെട്ടാ മതി, സംഭവം നല്ല അടിപൊളിയാണ്. ഒരു സാധനവും ഇല്ല വിലയില്ലാത്തത്. അതുപോലെ ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ആദ്യം അങ്ങ് നമുക്ക് എന്താ പറയുന്നത് വാട്ടി എടുക്കണ്ട, വഴന്ന് വരണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം കൊടുക്കാം. അപ്പൊ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ഈ സംഭവം ചെയ്യാൻ. കാര്യം ഇത് ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യുന്നതല്ല. അപ്പം ഉള്ള സമയം കൊണ്ട് ഇത് അത്യാവശ്യം പോകരുത്, അങ്ങനെ പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചൈനീസ് ഡിഷുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഫ്ലെയിം യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് വേണ്ട 1-2 മിനിറ്റ് എണ്ണയ്ക്കകത്തേക്കൊന്ന് കുക്ക് ചെയ്താണ്. ഇത് നമുക്ക് അവസാനം ഇട്ടാണ് കേട്ടോ. നമുക്ക് ഇതിന് ആവശ്യമായിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മള് ഉപ്പിട്ടാണ് നമ്മുടെ ഈ സാധനം. അപ്പൊ ഇനി ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഒത്തിരി ഇടുന്നില്ല, കാരണം നമ്മൾ ഇത് സോസ് ഒക്കെ ഒഴിക്കാനായതുകൊണ്ട്. അതെ, സോസിനൊക്കെ നല്ല അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പൊ ഇതൊന്ന് ഇതായിക്കോട്ടെ കേട്ടാ. അപ്പൊ നമ്മളെ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് അതിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സോസ് ഒക്കെ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കറുത്ത സോസ് സോയ കുറച്ച് ഒഴിക്കുന്നത്, കാരണം കുറച്ച് ഉള്ളു സാധനത്തിനുണ്ടല്ലോ അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് കൂടുതൽ തീ എന്തെങ്കിലും സോസ് ചേർക്കുമ്പോൾ തീ ഒരിച്ച് കുഴപ്പമില്ല. ഇത് നമ്മുടെ തക്കാളി സോസ്, ടൊമാറ്റോ സോസ്, കെച്ചപ്പെന്നോ സോസെന്നോ ഒക്കെ പറയാം. ഇത് സ്വല്പം കൂടുതൽ ചേർക്കും. ഇത് നമ്മുടെ കവറിലുള്ളത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവസാന ഗ്രൂപ്പ് വരെ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. കുപ്പി മേടിച്ചിട്ടുണ്ട്, നമുക്ക് കയ്യും കയറത്തില്ല, ഒന്നും കയറത്തില്ല. വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്താണ്. കലക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് അടിച്ചു പിടിച്ചു. അല്ല, അടിക്ക് പിടിച്ചതല്ല, അടിയിലോട്ട് ആയി. ഈ കോൺഫ്ലവർ നമ്മൾ ചേർത്തിട്ട് സോസ് വേണമെന്നുണ്ടെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഇതേ നമുക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് കുറച്ച് വെള്ളം തരുകയുള്ളൂ. അതെ, കളർ കിട്ടി. സോയാ സോസ് ഇന്നലെ മേടിക്കാൻ മറന്നു. ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലല്ലോ, സത്യം പറഞ്ഞാൽ അന്നേരം കുപ്പി ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു അതിന്റെ ഉണ്ടോ ഇല്ലയോ. ഉപയോഗമുണ്ട്, കറുപ്പ് കളർ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. കറുത്ത ചട്ടി റെഡ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സാധനങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഉണ്ടാക്കും അല്ലേ. പക്ഷെ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാളും ടേസ്റ്റ്
അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനത്തിലല്ലേ ടേസ്റ്റ്. കടയിലൊക്കെ മേടിക്കാൻ എന്തോ ടേസ്റ്റ് ചെയ്യുന്നത്. അത് ചുമ്മാ ഈ മറ്റേ കെമിക്കലൊക്കെ ചേർത്ത് നമ്മളെ ഉണ്ടോ. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ ഞാൻ വിചാരിച്ചു ഉപ്പിനും ആവില്ലായിരിക്കും നമ്മുടെ ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഒണിയൻ, അതായത് ഹരാകാന്ത എന്ന് പറയും, പിന്നെ കാന്താബാജി എന്ന് പറയും, പല പേരിലാണ് നമുക്ക് ഏതാണെങ്കിലും കൊള്ളാം. ഉള്ളിയിൽ നിന്ന് വരുന്ന ചെടി, ഉള്ളിച്ചെടി. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി ഏകദേശം അല്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സംഭവം കഴിഞ്ഞു, സെറ്റായി. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയുന്നത്, നമ്മളെ പച്ചക്ക വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. സംഭവം അടിപൊളിയാണ്. നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കലം പോലും തിന്നും, അതുപോലെ അടിപൊളിയാണ് സാധനം. ഇതിന് വേണമെങ്കിൽ നമുക്ക് എള്ളൊക്കെ വേണമെങ്കിൽ തൂവാം. ശരിയാണ് അല്ലേ? അതെ, ഇവിടുത്തെ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തൊന്ന് തൂവി കഴിഞ്ഞ സംഭവം അടിപൊളിയായിരിക്കും. ഞാൻ നോക്കട്ടെ വെളുത്ത എള്ളിരിപ്പുണ്ടോ. അപ്പൊ നമ്മളെ തപ്പിയ സാധനം കിട്ടി കേട്ടോ, നമ്മുടെ എള്ള് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ആ എള്ളും കൂടി ഇതിന്റെ പുറത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കണ്ടല്ലോ കാണാനൊരു ഭംഗിയായിരുന്നു. കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റ്. അടിപൊളി സംഭവം. ഇത് ഇളക്കി കേട്ടാ വേണം നോക്കണേ. കിടുക്കാച്ചിയേ. അപ്പൊ നമ്മുടെ സോസിന്റെ കുറവ് നമ്മള് എള്ള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയാണ്. ഒരുപാടല്ല, എല്ലാവർക്കും ഒരു കോട്ടിങ് വരട്ടെ, ആർക്കും ഒരു വിഷമം വരും. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം. പച്ചക്ക വെച്ച് എന്താ പറയുന്നത്, പച്ചക്കായൊക്കെ നമുക്ക് നാട്ടില് എല്ലാ കടകളിലും സുലഭമായിട്ട് കിട്ടുന്ന സാധനം. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിലും കാണാൻ സാധ്യതയുണ്ട്. ചില്ലി ഗോപിയോ എന്താ ഇതിന് പറയുന്നത്? ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, അതുപോലെ ചില്ലി ഏത്തക്ക. എന്തായാലും സംഭവം കിടിലൻ ടേസ്റ്റ് ആണ് സാധനം. നമ്മളിത് ചെയ്ത് നോക്കി നമ്മൾ വിജയിപ്പിച്ചെടുത്ത സാധനമാണ് അല്ലേ? അത് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇത് വേണം നമുക്ക് കായുടെ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എങ്ങനെ വേണേലും അരിഞ്ഞൊക്കെ എടുക്കാം. ഇത് ചുമ്മാ വറുത്തിട്ട് 4 മണി പലഹാരമായിട്ട് വേണേലും കഴിക്കാം. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഇപ്പൊ രാത്രിയിലൊക്കെ എന്താ ചപ്പാത്തിയും പൂരിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വേണം കഴിക്കാം, സ്റ്റാർട്ടറായിട്ട് വേണേൽ കഴിക്കാം. അതെ, എന്തായാലും ചെയ്ത് നോക്കിയാൽ സംഭവം കിടില സാധനമാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മൊബൈലിനകത്ത് കാണാനൊക്കെ പറ്റും പെട്ടെന്ന് തന്നെ. പിന്നെ എല്ലാത്തിൻ്റെയും അഭിപ്രായവും നിർദ്ദേശം, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം എന്താ പറയുക, എല്ലാവരും കാണുന്നുണ്ട്, കണ്ടിട്ട് അങ്ങ് പോവാം. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നാറും. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ നമുക്കിത് അറിയാൻ പറ്റാത്ത കൂട്ടുകാർക്ക് ഇപ്പം ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് അറിയിക്കണം. അപ്പം നമുക്ക് വ്യത്യസ്തമായ വേറൊരു രുചിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.